കരയിലെ ഏറ്റവും വലിയ ജീവികളായ ആനകൾക്ക് വിയർപ്പ് ഗ്രന്ഥി ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവോ? എന്നാൽ അങ്ങനെയാണ്, ആനകൾക്ക് വിയർപ്പ് ഗ്രന്ഥി ഇല്ല. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ചൂട് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആനകൾ വെള്ളത്തിലിറങ്ങി സ്വയം മേലോട്ട് വെള്ളം ചീറ്റിക്കുന്നതും അതുപോലെ മണൽ വാരി മേലെ ഇടുന്നതും പിന്നെ ഈ മുറം പോലുള്ള ചെവി ഇടയ്ക്കിടയ്ക്ക് വീശിക്കൊണ്ടിരിക്കുന്നതൊക്കെ. കരയിലെ ഏറ്റവും വലിയ ജീവിയാണെങ്കിൽ പോലും ആനകൾ സ്വതവേ പാവങ്ങളാണ് കേട്ടോ. ഒരു പ്രതികൂല സാഹചര്യം വരുമ്പോൾ മാത്രം ഭയങ്കര വയലൻ്റ് ആയിട്ട് പെരുമാറുന്ന ആനകൾ സ്വതവേ ശാന്തസ്വരൂപമായ ആൾക്കാരാണ്. ഈ ആനകൾക്ക് എങ്ങനെയാണ് മദം പൊട്ടുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ആനകൾക്ക് ഉൾച്ചൂട് കൂടും. ആ സമയത്ത് ആനകളുടെ ശരീരത്തിനകത്തുള്ള വൃഷണസഞ്ചി വീർത്ത് മുഴച്ചു നിൽക്കും. അത് നമുക്ക് കാണാനും പറ്റും കേട്ടോ. ഈ സമയത്ത് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്ററോണ് 6 ഇരട്ടി വരെ പ്രൊഡ്യൂസ് ആകും. മദത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് 60 മടങ്ങ് വരെ കൂടുന്നാണ് ശാസ്ത്രം പറയുന്നത്. ഈ സമയത്ത് ആനകളുടെ ചെവിക്കും കണ്ണിനും ഇടയ്ക്കുള്ള തൊലിക്കിടയിലെ മദഗ്രന്ഥി വീർത്തിട്ട് അതിനകത്തുനിന്ന് മദജലം കവിളിലൂടെ ഒലിച്ചിറങ്ങും. ഈ മദജലത്തിൻ്റെ സ്മെല്ല് പെണ്ണാനകൾക്ക് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തൊന്നും തിരിച്ചറിയാൻ പറ്റുമെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുമ്പം ആനകളുടെ ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ് ഈ മദം എന്ന് പറയണത്. അപ്പം ഈ സമയത്ത് കാട്ടിലൂടെ ആനകൾക്ക് അതൊരു നോർമൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ നാട്ടിലെ ആനകൾക്ക് ആ സമയത്ത് ഇച്ചിരി പ്രശ്നമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫെസ്റ്റിവൽ സീസണൊക്കെ, നമ്മുടെ പൂരം, ഉത്സവം ഈ തുടങ്ങിയ കലാപരിപാടികളൊക്കെ നടക്കുന്ന സമയം ഒരു നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയത്താണ്. ഈ സമയത്ത് നമ്മൾ ആനകളെ ഉത്സവത്തിന് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. അതിൻ്റെ ബഹളം എല്ലാം കൂടി ആകുമ്പോഴത്തേക്കും ആനകൾക്ക് കയ്യിൽ നിന്ന് പോകും. ഒന്നാമത് മദം ഇളകി നിൽക്കുന്ന സമയമാണ്. ആ സമയത്ത് അവരുടേതായിട്ടുള്ള സ്വൈരവിഹാരത്തിന് സമ്മതിക്കാണ്ട് പിടിച്ചുകൊണ്ട് വന്ന് അവരെ ടോർച്ചർ ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അവരുടെ കയ്യിൽ നിന്ന് പോകും. ആ സമയത്ത് ആനയ്ക്ക് മദമിളകും. നോർമലി ചെറിയൊരു തോട്ടിക്കൊമ്പിൽ പോലും പാപ്പാന്മാർക്ക് തളച്ചിടാൻ പറ്റുന്ന ആനകളെ ആ സമയത്ത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യം തന്നെയാണ്. അപ്പം കാട്ടിലൂടെ നടക്കുന്ന ആനകൾക്ക് ഈ സമയം ഒരു നോർമൽ ടൈം ആണെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ ഉള്ള ആനകൾക്ക് അതൊരു കഷ്ടപ്പാടാണ്. അപ്പം ഇതുകൊണ്ടാണ് ആനകൾക്ക് മദം ഇളകുന്നത്.